ഭൂമിയിൽ വെളിച്ചം നൽകാൻ എക്സ്പാൻസിൻ്റെ അകത്ത് ഈ വെളിച്ചങ്ങളെ വെച്ചു എന്നുള്ള അർത്ഥം. ഓക്കെ, അടുത്ത 18-ാം വാക്യം. വെല്ലെ മേ ഷെല്ലെ ബയോം വു ഹാലെ ഹലൈല വുലെ മേഅവ്ദേൽ ബെൻ ഹാഓർ വുവിൻ ഹാഹോഷേക് വെ വൈറെ എലോഹിം ബേറ്റോ. ദിസ് വാസ് ഗുഡ്. ഇത് നല്ലതെന്ന് ദൈവം കണ്ടു. ആൻഡ് ലാസ്റ്റ് വേർഡ് വഹി എരവ് വഹി ബൊക്കേർ യോം റെവിഇ, 4-ാം ദിവസം എന്ന് കണ്ടു. എത്ര മനോഹരമായിട്ടാണ് ഈ ഓരോ ഫ്രേസുകൾ അവർ എഴുതി വെച്ചേക്കുന്നത്. കീ ടോവ് കണ്ടെന്ന് പറഞ്ഞാൽ ഒരു കമാൻഡ്, ഒരു ശക്തിയുടെ ഒരു സാധാരണ പറച്ചില്ലല്ലോ, ഒരു ദൈവത്തിൻ്റെ ഒരു കമാൻഡ്മെൻറ്റ് പോലാണ് അത് പറയുന്നത്. അപ്പോൾ അത് വായിക്കും. ഓക്കെ, നമുക്കിപ്പോൾ ഇംഗ്ലീഷിൽ വായിക്കാം. ഗാഡ് സെഡ് ലെറ്റ് ദെയർ ബി ലൈറ്റ് ഇൻ ദ എക്സ്പെൻസ് ഓഫ് ദ സ്കൈ ടു സെപ്പറേറ്റ് ഡേ ഫ്രം നൈറ്റ്. They shall serve as sign for the set times, the day and the years. And they shall serve as light in the expanse of the sky to light upon the earth. And it was so. God made two great light, and the greater light to dominate the day, and the lesser light to dominate the night, and the stars, Kokavi. And God set them in the expanse of the sky to light upon the earth, to dominate day and night, and to separate the light from darkness. And God saw that it was good. And there was evening, and there was morning, a fourth day. ഓക്കെ, ഇനി മലയാളത്തിൽ നമുക്ക് വായിക്കാം. ഭൂമി അല്ല പകലും രാവും തമ്മിൽ വേർപിരിപ്പാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങളെ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളും കാലവും ദിവസവും സംവത്സരം എന്നിവ തിരിച്ചറിയുവാനും ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു എന്നുള്ള ആ ഒരു സ്ട്രോങ് ഒരു കൽപ്പന പോലെ ഈ ഹീബ്രുവിൽ വായിക്കുമ്പോൾ അത് പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ഭൂമിയെ പ്രകാശിപ്പാൻ പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിപ്പാനായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സായി 4-ാം ദിവസം. ഈ ഹീബ്രു മലയാളം കൂടെ വായിക്കുമ്പോൾ ഒത്തിരി ആ താരതമ്യം, ഒത്തിരി ലൈക്ക്നെസ് ഉണ്ട്. ഒരു കമാൻഡ്മെൻറ്റ് പോലെ വായിക്കുമ്പോൾ. എന്നാൽ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ടൊരു ആ കമാൻഡ്മെൻറ്റ് ഒരു പവർ ഉണ്ട്, ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പവർഫുൾ വേർഡ്സായിട്ട് വരുന്നില്ല. അതിൻ്റെ ഒരു വ്യാഖ്യാനം പോലെ വരുന്നുള്ളൂ. എങ്കിലും നമുക്ക് അടുത്തത് അപ്പം വായിച്ച് കേൾക്കുവാനാക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അല്പസമയം ഞങ്ങൾ അപ്പച്ചൻ്റെ സന്നിധിയിൽ 4-ാം ദിവസമായിട്ട് പഠിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ പതിവാനും ഞങ്ങളുടെ ഹൃദയത്തിൽ ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്കത് ആവശ്യമായി തീരുവാനിടയാക്കണമേ. ദൈവമേ, അടിയനെ അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ അടിയനിൽ കൂടെ സംസാരിപ്പാനും അത് കേൾക്കുന്ന ജനങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുവാനും ഇടയാക്കണമേ. ആ ദൈവനാമം മഹത്വനായി തീരുവാണ്. അപ്പച്ചൻ്റെ നാമം മഹത്വപ്പെടുത്തുക മാത്രമായി തീരുവാനുള്ളത്, അല്ലാതെ വേറെ ഒരു ഇതുമായിട്ടില്ല. സകല മാനവും മഹത്വം ശക്തി രാജാപ്പച്ചനെ യേശു സകല യേശു തന്നെ. ആമേൻ. ഓക്കെ, നമുക്ക് വായിച്ച് കേട്ടു. നമുക്കിനി ആദ്യത്തെ ജൂയിഷ് വേ എന്തുവാ എഴുതുക. ഇതിപ്പോൾ ജൂയിഷ് വേ നോക്കുമ്പം ആദ്യത്തെ സ്പിരിച്വൽ വേ ജൂയിഷ് വേ നോക്കുമ്പോൾ അവർ
ഇതിനെ കൺസിഡർ ചെയ്യുന്നത് വെളിച്ചം. ഇപ്പം നമ്മൾ യോസഫിൻ്റെ സ്റ്റോറി പഠിക്കുമ്പം ജോസഫ് പറയുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വണങ്ങി നമസ്കരിക്കുക. അപ്പോൾ അതിനൊരു സൂര്യനാരാന്ന് ചന്ദ്രനാരാന്നും ഒക്കെ ഉണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് മേറോട്ട് നമ്മൾ വായിച്ചല്ലോ, ഹൺഡ്രഡ്സ് ഓഫ് ലൈറ്റ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്തുനിന്ന് ഞാനൊരു 5 കാര്യങ്ങളാണ് കണ്ടെടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെളിച്ചമായി എന്ന് നമ്മൾ ഒന്നാം ദിവസം നമ്മൾ പഠിച്ചു. ആ ഒന്നാം ദിവസത്തിൻ്റെ ഒരു ഫങ്ഷണലായിട്ടാണ് നമ്മൾ നാലാമത്തെ ദിവസം പഠിക്കുക. അപ്പം വെളിച്ചം ഓൾറെഡി വന്നു, എക്സ്പാൻസിൽ വെച്ചു. ഇനി അടുത്ത് വരുന്നത് 2 ഗ്രേറ്റ് ലൈറ്റ്. പകലിനെ വാഴുവാനും നമ്മൾ അന്ന് സെപ്പറേറ്റ് എല്ലാം ചെയ്തു. നമ്മൾ വേ ഓഫ് ഡേ പഠിച്ചു. അപ്പം ഈ 2 ലൈറ്റായിട്ട് പഠിച്ചു. എല്ലാം വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തായിട്ട് നമ്മൾ പഠിച്ചു. ഇനി ആ വെളിച്ചത്തെ വാഴുവാൻ സൂര്യനും രാത്രിയെ വാഴുവാൻ ചന്ദ്രനും, പിന്നെ നക്ഷത്രങ്ങളും. ഓക്കെ, അത് കഴിഞ്ഞ് അതോരോ എന്തൊക്കെയായിത്തീരണം? സീസണായിത്തീരണം. അത് സൈൻ ഫോർ സീസണും ഇയേഴ്സും ഡേയ്സും ഒക്കെ ആക്കി മാറ്റണം. മനസ്സിലായി? അത് കഴിഞ്ഞ് അത് എന്തുവായിത്തീരണം? അടുത്ത പ്രകാശിക്കേണ്ടത് ഡേയ്സായിട്ട് വരുവാനിടയായി. അത് കഴിഞ്ഞ് ഇതിന് റൂൾസ് വെച്ചു. എന്തൊക്കെയാണ് ഡേയ്സും ലൈറ്റും എല്ലാം ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഒരു സെപ്പറേഷനുണ്ട്, റൂൾസ് ഉണ്ട്, സൈനുണ്ട്, സീസൺസ് ഉണ്ട്, സ്റ്റാർസ് ഉണ്ട്, മൂണുണ്ട്, സണ്ണുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വാക്യത്തിൽ നിന്ന് മെയിനായിട്ട് ഹൈലൈറ്റായിട്ട് കാണും. ഒരു പുതിയ വാക്യം, 2 പുതിയ വാക്യം, ഒന്ന് കൊക്കാവിയും ഒന്ന് ലെമേം ഷെലേറ്റ് എന്ന് പറഞ്ഞ്. കൊക്കാവിയും സ്റ്റാർസ്, ലെമേം ഷെലേറ്റ് എന്ന് പറഞ്ഞാൽ ഡാമിനിറ്റി. കട്ടാനും ഉണ്ട്. കട്ടാൻ എന്ന് പറഞ്ഞാൽ സ്മോൾ, കട്ടാൻ എന്ന് പറഞ്ഞാൽ അത് ഇനി ഗദോലിയും ഉണ്ട്. ഓക്കെ, അപ്പം 4 വേർഡ്സായി. ഗദോലിം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്, ഗദോൽ ഗ്രേറ്റ്. കറ്റാൻ എന്ന് പറഞ്ഞാൽ ഗദോളിൻ്റെ ഓപ്പോസിറ്റാണ് കറ്റാൻ എന്ന് പറഞ്ഞാൽ സ്മോൾ. കൊക്കാവിയും എന്ന് പറഞ്ഞാൽ സ്റ്റാർസ്. അത് ഈ കൊക്കാവിയും എങ്ങനെ മനസ്സിലാകുന്നു കഴിഞ്ഞാൽ ഒരു കോക്ബാ എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ പുതിയ നിയമമൊക്കെ എഴുതിയതിന് ശേഷം ഒരു റൈറ്റ്സ് നടത്തി, ഒരു യുദ്ധം നടത്തി റോമൻ ഇവരെടുക്കണം. ഞാനാണ് ദൈവത്തിൻ്റെ വരാനിരിക്കുന്ന സ്റ്റാർ എന്ന് പറഞ്ഞ് ആ പേര് കോക്ബാ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അതുണ്ടായി. അപ്പം കൊക്കാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർസ്. ഓക്കെ, അത്രയും പുതിയ വാക്കേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇനിയും ജൂയിഷ് വേയും ക്രിസ്ത്യൻ വേയും ആയിട്ട് നമുക്ക്. ജൂയിഷുകാർ അവർ സണ്ണിനെ കണ്ടിരിക്കുന്നത് അത് 2 രീതി, അങ്ങോട്ടും ഇങ്ങോട്ടും സണ്ണും മൂണും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചും ആൾക്കാർ പറയുന്നുണ്ട്. സണ്ണിനെ അവരുടെ ടെമ്പിളായിട്ടും മൂണിനെ തോറയായിട്ടും പറയും. ചില ആൾക്കാർ തോറയെ സണ്ണായിട്ടും ഇതിനെ ടെമ്പിളായിട്ടും. പക്ഷെങ്കിൽ ഞാൻ മറ്റേ രീതിയിലാണ് ചിന്തിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണിനെ ടെമ്പിളായിട്ട് ചെയ്യും. കാരണം വെളിച്ചമുള്ളപ്പോൾ അവർക്ക് ടെമ്പിളുണ്ട്, പക്ഷേ ഇരുളും അവർക്ക് ഒരു സമയം ടെമ്പിൾ ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അന്നും അവർക്കുണ്ടായിരുന്നത് തോറയായിരുന്നു. അവരെ അല്ലെങ്കിൽ ടനാക്കായിരുന്നു അവരെ വഴി നടത്തിക്കൊണ്ടിരുന്നത്. മനസ്സിലായി? സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ അവരുടെ പിതാക്കന്മാർ, പേട്രിയറ്റ്സ് ആയിട്ടുള്ള അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, യോസഫ്, മോശ, അങ്ങനെയുള്ള തുടങ്ങിയ അനേകം വ്യക്തികൾ. ഓക്കെ, അത് കഴിഞ്ഞ് അവർ തോറ ടെമ്പിള് അവർക്കൊരു സീസണ് അവർക്ക് ഫെസ്റ്റിവലായിട്ടുള്ള ഓരോ കാര്യങ്ങളും സയൻസ് വന്നു കഴിഞ്ഞാൽ പെസഹ, പെൻറ്റക്കോസ്, സൂക്കോത്ത്, റോഷഷാന, യോം കിപ്പൂർ. അങ്ങനെ ഓരോ ഫെസ്റ്റിവലും ഓരോ ഇതും സീസണുമായിട്ടും അതേപോലെ സയൻസ് അത് കഴിഞ്ഞ് പിന്നെ ഈ ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യണം
ലൈറ്റ് എങ്ങനെയൊക്കെ പ്രകാശിക്കണം, രാത്രി മാത്രം പ്രകാശിക്കണം, പകൽ മാത്രം പ്രകാശിക്കണം, അത് എന്തൊക്കെ തന്നുകൊണ്ടിരിക്കണം. അതേപോലെ പിന്നെ ഒരു ഈവനിങ് ഉണ്ട്, ഒരു മോർണിംഗ് ഉണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അപ്പും ഉണ്ട്, ഒരു ലോവർ ലൈഫും ഉണ്ട്. മനസ്സിലായി? ഈവനിങ് ആൻഡ് മോർണിംഗ് 4-ാം ദിവസം. അതാണ് അവരുടെ വേ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. ഇതുണ്ട്. പിന്നെ അത് മിസ്റ്റിക്കൽ കബാല വേ പോകുമ്പോൾ സണ്ണിനെ അവർ ടിഫേറത്ത് ബ്യൂട്ടിയായിട്ട് കാണുന്നുണ്ട്, മൂണിനെ അവർ മൽക്കോത്ത് കിങ്ഡമായിട്ട് കാണുന്നുണ്ട്,